ഇനി വൈദ്യുതി നിരക്ക് വർധനയുമായി ബന്ധപ്പെട്ടാണ്. കാരണം ജനങ്ങൾക്കേറ്റ ഒരു ഇരുട്ടടി തന്നെയായിരുന്നു. ഷോക്കടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ചാർജ് വർധന ഇന്നലെ പ്രഖ്യാപിക്കുകയും അതിനു മുൻപ് തന്നെ അത് പ്രാബല്യത്തിൽ വരികയും ചെയ്തു. അതിന് പിന്നിൽ ആരോപണങ്ങളുമായി പ്രതിപക്ഷം കൂടി രംഗത്തെത്തിയിരിക്കുന്നു. വൈദ്യുതി നിരക്ക് വർധനയ്ക്ക് പിന്നിൽ അദാനിക്ക് വേണ്ടിയുള്ള സർക്കാരിന്റെ ഒത്തുകളിയാണെന്നാണ് രമേശ് ചെന്നിത്തലയുടെ ആരോപണം. 2040 വരെ കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്ന വൈദ്യുതി കരാർ അട്ടിമറിച്ചത് റെഗുലേറ്ററി കമ്മീഷനിലെ CPM ബന്ധമുള്ള അംഗങ്ങളാണ്. ഉയർന്ന വില ഈടാക്കുന്ന അദാനിയെ വൈദ്യുതി വാങ്ങൽ രംഗത്തേക്ക് കൊണ്ടുവരുന്നത് അഴിമതിയാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. 7500 കോടി രൂപ അധിക ഭാരമായി കേരളത്തിലെ ജനങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിച്ചത് സർക്കാരിന്റെ കെടുകാര്യസ്ഥതയും അഴിമതിയുമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കരാറ് പ്രകാരം കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി കൊടുത്ത കമ്പനി തന്നെ വൈദ്യുതി കരാർ റദ്ദാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ 9 രൂപ 59 പൈസയ്ക്ക് വൈദ്യുതി കേരളത്തിന് കൊടുക്കുകയാണ്. ഇത് ഈ പിണറായി ഗവൺമെന്റ് കാലത്ത് മാത്രമേ ഇത്രയും വലിയൊരു അഴിമതി നടക്കുകയുള്ളൂ. കേരളത്തിന്റെ പവർ പർച്ചേസ് ചിത്രത്തിൽ അദാനിയെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള നടപടിയാണ് ഈ ഗവൺമെന്റ് സ്വീകരിച്ചത്. UDF ഗവൺമെന്റ് കാലത്ത് വില കുറഞ്ഞ വിലയ്ക്കുള്ള കരാറുകൾ റദ്ദാക്കി എങ്കിൽ മാത്രമേ അദാനിക്ക് ചിത്രത്തിലേക്ക് കടന്നു വരാൻ കഴിയൂ. അപ്പൊ കേരളത്തിന്റെ പവർ പർച്ചേസ് ചിത്രത്തിൽ അദാനിക്ക് കടന്നു വരാൻ വേണ്ടിയാണ് 2016 ആര്യാടൻ മുഹമ്മദിന്റെ കാലത്ത് ഉണ്ടാക്കിയ ദീർഘകാല കരാർ ഇവർ റദ്ദാക്കിയത്. റെഗുലേറ്ററി കമ്മീഷൻ സംസ്ഥാനത്തിന്റെയും ജനങ്ങളുടെയും വിശാല താൽപര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് പ്രവർത്തിച്ചത്. ഇതിന്റെ പിന്നിൽ CPM ആണ്. ഇതിന്റെ പിന്നിൽ ഇടതുമുന്നണി ഗവൺമെന്റാണ്. ഹരിമോഹനുണ്ട് വിവരങ്ങൾ നൽകാനായി തിരുവനന്തപുരത്ത് നിന്ന്. ഹരി, എന്തായാലും വൈദ്യുതി ചാർജ് വർധന പരക്കെയുള്ള പ്രതിഷേധത്തിനിടയാക്കിയിരിക്കുന്നു. അതുപോലെ KSEBയുടെ കെടുകാര്യസ്ഥതയാണ്. മുൻപുണ്ടായിരുന്ന ദീർഘകാല കരാർ റദ്ദാക്കിയതിലൂടെയാണ് KSEBക്ക് എന്നീ ഗതി വന്നത്. പുറത്തുനിന്ന് അധിക വിലയ്ക്ക് വൈദ്യുതി വാങ്ങേണ്ടി വന്നിരിക്കുന്നു. അന്നത്തെ റെഗുലേറ്ററി കമ്മീഷന്റെ തീരുമാനമാണ് ഇത്തരത്തിലേക്ക് തള്ളിവിട്ടത് എന്ന് മാത്രമല്ല, ഒരു പടി കൂടി കടന്നുകൊണ്ട് അദാനിക്ക് വേണ്ടിയുള്ള ഒരു ഒത്തുകളിയാണെന്നുള്ള ആരോപണം കൂടി പ്രതിപക്ഷം ഇതിൽ ഉന്നയിക്കുന്നു. വരും ദിവസങ്ങളിലൊക്കെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഇത്തരം ആരോപണങ്ങളും പ്രതിഷേധങ്ങളും ശക്തമാകുമെന്നുകൂടി മനസ്സിലാക്കണം. ജിൽസി, വൈദ്യുതി നിരക്ക് വർധനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് സർക്കാരിന്റെ പിടിപ്പുകേടാണെന്നും അല്ലെങ്കിൽ ഇത് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ തീരുമാനത്തെ വിമർശിച്ചുകൊണ്ടുമുള്ള ഒരുപാട് പ്രതികരണങ്ങൾ ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും അത്തരം പ്രതികരണങ്ങൾ തന്നെയാണ് വരാനുള്ളതും. പക്ഷേ രമേശ് ചെന്നിത്തല ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനം കൃത്യമായ കണക്കുകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് കേരളത്തിന്റെ പവർ പർച്ചേസ് ചിത്രത്തിൽ അദാനിക്ക് ഇടം പിടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അദാനിക്ക് സ്ഥാനം നൽകാൻ വേണ്ടിയിട്ടാണ് കേരള സർക്കാർ ഈ കള്ളക്കളി നടത്തുന്നത്, ഈ നീക്കം നടത്തുന്നത് എന്നുള്ള അതീവ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് രമേശ് ചെന്നിത്തല ഇന്ന് ഉന്നയിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ചൂണ്ടിക്കാണിക്കേണ്ടത്. അതായത് 2016 ആര്യാടൻ മുഹമ്മദ് വൈദ്യുതി മന്ത്രിയായിരിക്കെയാണ് കുറഞ്ഞ വിലയ്ക്ക് വൈദ്യുതി വാങ്ങുന്നതിനു വേണ്ടി സംസ്ഥാന സർക്കാർ 4 കരാറുകൾ ഒപ്പിട്ടത്. ആ കരാറുകൾ പക്ഷേ 2023 ഈ സർക്കാർ, ഈ രണ്ടാം പിണറായി സർക്കാർ ആ കരാർ റദ്ദാക്കുകയായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അതും 465 മെഗാവാട്ടിന്റെ വൈദ്യുതി കരാറുകളാണ്. ആകെ 465 മെഗാവാട്ടിന്റെ 4 കരാറുകളാണ് ഇത്തരത്തിൽ ഈ സർക്കാർ വന്നതിന് ശേഷം 2023 റദ്ദാക്കി. അതിനുശേഷം 2 ഇരട്ടി വില, അതായത് UDF സർക്കാരിന്റെ കാലത്ത് എത്ര വിലക്കായിരുന്നോ വൈദ്യുതി വാങ്ങിയിരുന്നത് അതിന്റെ 2 ഇരട്ടി വിലയ്ക്ക് വൈദ്യുതി വാങ്ങാൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ പോവുകയായിരുന്നു. അതും ആ കരാറുകൾ റദ്ദാക്കിക്കൊണ്ടാണ് അത്തരമൊരു നീക്കം നടത്തിയത്. നിസ്സാരമായ സാങ്കേതിക പ്രശ്നം പറഞ്ഞുകൊണ്ടാണ് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ഇത്തരമൊരു തീരുമാനം എടുത്തത് എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാന കാര്യം. അത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ഈ അദാനിയുമായിട്ട് അദ്ദേഹം ബന്ധിപ്പിച്ചുകൊണ്ട് പറയുന്നത്. അദാനിയാണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ ഗുണഭോക്താവ് എന്നുള്ളതാണ് രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാന കാര്യം. അതായത് യൂണിറ്റിന് 10 രൂപ 25 പൈസ മുതൽ 14 രൂപ 3 പൈസ വരെ വില നൽകിയാണ് അദാനിയിൽ നിന്ന് 4 കരാറുകളിൽ കൂടി വൈദ്യുതി വാങ്ങുന്നത്. അതായത് ചെന്നിത്തല ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് ഒന്നുകൂടി വന്നു കഴിഞ്ഞാൽ ഈ 2016 കരാറുകൾ പ്രകാരം അതിലൊരു കരാർ ജിൻഡാർ ഇന്ത്യ പവറുമായിട്ടുള്ള കരാർ പ്രകാരം 4 രൂപ 29 പൈസ, ജാബുവ കരാറുമായി ബന്ധപ്പെട്ടാണെങ്കിൽ 4 രൂപ
15 പൈസ ഇത്തരത്തിൽ 4-4.5 രൂപയ്ക്കൊക്കെ ആയിരുന്നു വൈദ്യുതി അന്ന് വൈദ്യുതി വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട കരാറിൽ അന്ന് ഏർപ്പെട്ടിരുന്നത്. പക്ഷേ അദാനിയിൽ നിന്ന് 4 കരാറുകൾ പ്രകാരം ഇപ്പോൾ നിലവിൽ സംസ്ഥാന സർക്കാർ വൈദ്യുതി വാങ്ങുന്നുണ്ട്. അതിന്റെ വില എന്ന് പറയുന്നത് യൂണിറ്റിന് 10 രൂപ 25 പൈസ മുതൽ 14 രൂപ 3 പൈസ വരെയാണ് എന്ന് രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒപ്പം തന്നെ 4 രൂപ 29 പൈസയുടെ കരാർ റദ്ദാക്കിയ ജിൻഡാലിൽ നിന്ന് 9 രൂപ 59 പൈസയ്ക്ക് പുതിയ കരാർ ഉണ്ടാക്കി വൈദ്യുതി വാങ്ങുന്നു എന്നുള്ള ഒരു കാര്യം കൂടി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ടെന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കുറഞ്ഞ നിരക്കിലുള്ള കരാർ റദ്ദാക്കിയ ശേഷമാണ് അതേ കമ്പനിയിൽ നിന്ന് വൻവിലയ്ക്ക് വൈദ്യുതി വാങ്ങുന്നത് എന്ന് കൂടി പറയുന്നു. അതായത് ഈ നിരക്ക് വർധന എന്നുള്ള നീക്കം അല്ലെങ്കിൽ നിരക്ക് വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള സർക്കാർ തീരുമാനം പിൻവലിക്കണം എന്നുള്ളത് ആവശ്യപ്പെടുക മാത്രമല്ലാതെ അതിനപ്പുറത്തേക്ക് അദാനിയെ കേരളത്തിന്റെ പവർ പർച്ചേസ് ചിത്രത്തിൽ അടയാളപ്പെടുത്തുക അല്ലെങ്കിൽ അതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് സർക്കാരിന്റെ നീക്കം എന്ന് കൂടിയാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് പ്രതികരിച്ചിരിക്കുന്നത്. ജിൽസി. യെസ് ഹരി, എന്നാലും വളരെ ഗുരുതരമായ ഒരു ആരോപണം കൂടിയാണ് രമേശ് ചെന്നിത്തല ഉന്നയിച്ചിരിക്കുന്നത്. കേരളത്തിന്റെ വൈദ്യുതി രംഗത്തേക്ക് അദാനിയെ കൊണ്ടുവരുന്നത് കൂടെയുള്ള ഒരു പ്രത്യേക ശ്രമം നടക്കുന്നു. നേരത്തെ ഉണ്ടായിരുന്ന ദീർഘകാല കരാർ അന്ന് 4-4.5 രൂപയ്ക്ക് വാങ്ങിയിരുന്ന ഈ വൈദ്യുതി, യൂണിറ്റ് നിരക്കിൽ വാങ്ങിയിരുന്ന വൈദ്യുതി ഇന്നിപ്പോൾ അതേ കമ്പനികളിൽ നിന്ന് തന്നെ 9-9.5 രൂപയ്ക്ക് വാങ്ങേണ്ടി വന്നത് റെഗുലേറ്ററി കമ്മീഷൻ ആ ദീർഘകാല കരാർ മുൻപിൻ നോക്കാതെ റദ്ദാക്കുകയായിരുന്നു. അത് റെഗുലേറ്ററി കമ്മീഷനാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുറ്റം പറഞ്ഞ് മാറി നിൽക്കാൻ കഴിയില്ല എന്നാണ് ചെന്നിത്തല പറഞ്ഞത്. കാരണം റെഗുലേറ്ററി കമ്മീഷന്റെ ഈ തീരുമാനത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർ CPM ബന്ധമുള്ളവരാണ് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ആരോപണം കൂടി രമേശ് ചെന്നിത്തല ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഉന്നയിക്കുന്നുണ്ട്. ഹരിമോഹനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.